ഇന്ത്യക്ക് മേലുള്ള ട്രംപിന്റെ വെല്ലുവിളികൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ G7 രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ 100% തീരുവ ചുമത്തണമെന്ന്, എന്നെ മാതൃകയാക്കുമെന്ന്. കുറച്ചുനാൾ മുമ്പ് യൂറോപ്യൻ യൂണിയനോടും ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്തിനാണ് ഇന്ത്യയോട് ട്രംപിന് ഇത്ര വൈരാഗ്യം? ഒറ്റ കാര്യമേ ഉള്ളൂ. ട്രംപിന് പിടിച്ച പിടിയാലെ ഇന്ത്യയെ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഒത്തു നിർത്തണം എന്നുള്ള ആഗ്രഹം നടന്നില്ല എന്നുള്ളതാണ്. ആ ആഗ്രഹം വ്യക്തിഗതമായ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നോബൽ സമ്മാനം നേടുന്നതിനുൾപ്പെടെ താൻ ആണ് ഈ യുദ്ധങ്ങളുടെ എല്ലാം അവസാന വാക്കായി വന്നതെന്നും അങ്ങനെ ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായി താൻ ഈ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ വിലസുന്നു എന്നൊക്കെ ഇന്ത്യ പറയണമായിരുന്നു. അതിൻ്റെ തുടക്കം കുറിക്കേണ്ടത് ഇന്ത്യ പാകിസ്ഥാൻ അടിയിൽ നമ്മൾ അദ്ദേഹത്തിന് അടിയറവ് വയ്ക്കണമായിരുന്നു എന്നുള്ളതാണ് ആ ആശയത്തിന്. അപ്പം അത് നടന്നില്ല. അപ്പോൾ അതിന് അദ്ദേഹത്തിന് പിന്നീട് വന്ന വാശി ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കാരണം. അല്ലാതെ പാകിസ്ഥാന് 19% തീരുവ നിശ്ചയിച്ചപ്പോൾ ഇന്ത്യക്ക് 25% നിശ്ചയിച്ചത്. നമ്മൾ അന്നൊരു ബാർഗൈനിങ് നടത്തിയെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും 19% നിർത്തി പോകുമായിരുന്നു. പക്ഷേ അത് നമ്മളങ്ങനെ കീഴടങ്ങി കൊടുക്കാത്തത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ മത്സ്യ വിപണന രംഗത്തും അതുപോലെ തന്നെ ഡയറി ഫാം രംഗത്തും പിന്നെ കാർഷിക രംഗത്തും ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ആ തീരുവകൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഉദ്ദേശം അത്തരം ഡയറി പ്രോഡക്ട്സ് ഉൾപ്പെടെയുള്ളവ ഇന്ത്യയിലേക്ക് വിപണനം ചെയ്തുകൊണ്ട് അവർക്ക് ധനികരാകുക, അവരുടെ GDP ഉയർത്തുക എന്നുള്ളതാണ്. അപ്പം അത് ഒരു പ്രശ്നമായി വന്നു. പിന്നെ നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള അറ്റാക്കിന് ശേഷം ഇന്ത്യൻ ആയുധങ്ങൾക്ക് ലോക വിപണി കിട്ടി എന്നുള്ളതാണ്. അമേരിക്കയുടെ GDPയുടെ ഏതാണ്ട് 45% വരുന്നത് ഈ ആയുധങ്ങളാണ്, ആയുധ വിൽപ്പനയാണ്. അപ്പോൾ ആയുധ വിൽപ്പനയിൽ നമ്മൾ മുന്നോട്ട് വരുന്നതും അമേരിക്കയ്ക്കൊരു ഭീഷണിയാണ്. ഇതിന് പുറമെ ട്രംപിൻ്റെ താല്പര്യങ്ങൾ, വ്യക്തിഗത താല്പര്യങ്ങൾ ഒക്കെ വളരെ പ്രധാനമാണ്. ഈ ട്രംപ് പറയുന്നത് ഈ രാജ്യങ്ങൾ കേൾക്കുമോ? യൂറോപ്യൻ രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ G7 രാജ്യങ്ങളും കേൾക്കുമോ? അതോ അത് കേട്ടില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും തീരുവ ആ രാജ്യങ്ങൾക്ക് ചുമത്തും? അവര് നിഷേധിക്കില്ല. പക്ഷേ ഇപ്പം താങ്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നൊരിക്കലും അവർ പറയില്ല. പക്ഷേ അവർ മൗനമായി അതിനെ തള്ളിക്കളയും എന്നുള്ളതാണ് നമ്മൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ മുമ്പത്തെ ആഹ്വാനത്തിൽ അവരെടുത്ത നിലപാടുകൾ കണ്ടാൽ മനസ്സിലാകും. അതെന്താ ഇന്ത്യയുടെ സൗഹൃദം അവർ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ സൗഹൃദമല്ല, ഒരു പോരിന് ഇപ്പോൾ നിൽക്കണ്ട എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട്. കാരണം അവർക്കും വ്യക്തമായിട്ടുണ്ട് ഒരു ജിയോ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ഇന്ത്യ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചൈനയും റഷ്യയും മാത്രമായിട്ടും ഇത്ര ഒരു വലിയ യോജിപ്പിൻ്റെ ഘട്ടമുണ്ടാകില്ലായിരുന്നു. ഇന്ത്യ, ചൈന, റഷ്യ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് അറേബ്യൻ രാഷ്ട്രങ്ങൾക്ക് കൂടുതൽ താല്പര്യം വന്നു. ഇറാൻ ഉൾപ്പെടെയുള്ളവർക്കും വളരെ ഉത്സാഹം വന്നു. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളും ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും കൂടി ഈ ഒരു ഐക്യത്തിന് വന്നതോടുകൂടി ജിയോ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ വളരെയധികം മാറി. ഏതാണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ നിന്നിരുന്ന USA, ഏക ഛത്രാധിപതിയായിട്ട് വാണിരുന്ന USA, അവർക്ക് വലിയൊരു കോമ്പറ്റേറ്ററെ ഇപ്പോൾ ഇന്ത്യ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അതാണ് ഇന്ത്യ, റഷ്യ, ചൈന ആ ബന്ധത്തിൽ ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ ശക്തിപ്പെടലിൽ ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി വരുന്ന കാലഘട്ടത്തിൽ പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ രാജ്യങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കാൻ താല്പര്യം കാണിക്കും. അതോടൊപ്പം തന്നെ ഈ ട്രംപ് പറയുന്നത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇന്ത്യ ആ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ഉടൻ തന്നെ ഈ റഷ്യ ഉക്രൈൻ അതൊരു വിഷയമല്ലെന്ന് ലോകത്തിന് മുഴുവൻ അറിയാമല്ലോ. പക്ഷേ തൊടുനായമാണ് എന്നുള്ളത് G7 രാജ്യങ്ങളോട് ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതിന് അവരുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിരുന്ന ജോൺ ബോൾട്ടൺ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത്തരം ന്യായങ്ങളല്ല അമേരിക്ക ഇന്ത്യയോട് വെക്കേണ്ടത്. കാരണം അതിനകത്ത് യാതൊരു കഴമ്പുമില്ല. അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ റഷ്യയുമായിട്ട് പല റെയർ എർത്ത്സിൻ്റെ കാര്യത്തിലായാലും ഈവൻ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലായാലും പലവിധ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് പലപ്പോഴും ഇറക്കുമതിയെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളിത് പറയുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ വിൽക്കാൻ പറ്റിയ ഒരു ചരക്കല്ല എന്ന് അവരുടെ മുൻ രാഷ്ട്രീയ ഉപദേഷ്ടാവായ സെക്യൂരിറ്റി ഉപദേഷ്ടാവായിരുന്ന ജോൺ ബോൾട്ടൺ 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ട്രംപിന് മുമ്പിൽ നിർത്തുകയും ചെയ്തിരിക്കുകയാണ്. ട്രംപ് ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അമേരിക്കയിലെ കാര്യങ്ങൾ പോകുന്നതെന്ന് മാത്രമല്ല, വരുന്ന ദിവസങ്ങളിൽ ട്രംപിന് അമേരിക്കയിലുണ്ടാകുന്ന നാണയപ്പെരുപ്പം, വിലക്കയറ്റം എന്നീ കാര്യങ്ങളെ കൂടി നേരിടേണ്ടതായിട്ട് വരും. ഈ താരിഫ് പ്രശ്നത്തിൽ ഉണ്ടാകുന്ന ഒരു അടിസ്ഥാന തത്വം എന്താണ്?
ടാരിഫ് എത്ര കൂടുതൽ ചുമത്തുന്നോ അതിനേക്കാൾ കൂടിയ വിലയ്ക്കാണ് വിദേശ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ എത്തുക. അപ്പോൾ ഇത് വാങ്ങിക്കുന്നത് ആരാണ്? അമേരിക്കക്കാരല്ലേ വാങ്ങിക്കേണ്ടത്. അമേരിക്കക്കാരൻ്റെ പിടലിയിലാണ് ആത്യന്തികമായിട്ട് ഈ ടാരിഫ് ബേർഡൻ വന്ന് പതിക്കുക എന്നുള്ള എക്കണോമിക് തിയറി ട്രംപ് മറന്നുപോയി. ഖജനാവ് മാത്രം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ട്രംപ് ചിന്തിച്ചുള്ളൂ. ജനങ്ങളുടെ പോക്കറ്റും കൂടെ ശക്തമാക്കിയില്ലെങ്കിൽ, ഖജനാവ് ശക്തമാക്കിയാൽ കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ പല രാഷ്ട്രങ്ങളുടെയും അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ ഖജനാവിൽ പണം വരാറുണ്ട്, IMF നിന്നും അവിടെ നിന്നൊക്കെ പണം വരാറുണ്ട്. പക്ഷേ സാധാരണക്കാരനായ വ്യക്തികളുടെ പോക്കറ്റിൽ പണമില്ലെങ്കിൽ ആ രാഷ്ട്രം പുരോഗതി പ്രാപിക്കില്ല, അവിടെ ജനങ്ങൾ സംതൃപ്തരായിരിക്കില്ല. അങ്ങനെ അസംതൃപ്തിയുടെ ഒരു ലോകത്തേക്ക് USA തള്ളിവിടാനാണ് ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾ ഉപകരിക്കുക എന്നുള്ളതാണ് സത്യം. ട്രംപ് എങ്ങനെയെല്ലാം കർശനമായ നടപടി എടുത്താൽ ഇന്ത്യക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ലല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യ പിന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് മാത്രമല്ല, മുമ്പ് അല്പമൊന്ന് പതറി നിന്നെങ്കിൽ ആ സാഹചര്യം കൂടെ മാറിയിരിക്കുകയാണ്. ഒരിടയ്ക്ക് നരേന്ദ്രമോദി പറയുകയുണ്ടായത് എൻ്റെ പേഴ്സണൽ ലോസായി ചിലപ്പോൾ വന്നേക്കാം, എങ്കിൽ പോലും ഞാൻ ഇതിനെ നേരിടുമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു പ്രത്യാശയുടെ ഒരു വെള്ളിരേഖ അന്നേരം അദ്ദേഹം കണ്ടിരുന്നില്ല. എങ്ങനെ ഇതുകൊണ്ട് അവസാനിപ്പിക്കും എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് അദ്ദേഹം നീന്തിക്കയറി. അദ്ദേഹം ട്രംപിനെ വളരെയധികം പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ പുടിനുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും പുടിൻ വഴി ചൈനയുമായി ബന്ധം സ്ഥാപിക്കുകയും ചൈന ഇന്നുവരെ ഇന്ത്യയോട്, അതായത് കഴിഞ്ഞ 75 വർഷത്തിനിടയ്ക്ക് ഇന്ത്യയോട് പ്രകടിപ്പിക്കാത്ത ഒരു സ്നേഹം ഇപ്പോൾ ചൈന നമ്മളോട് പ്രകടിപ്പിച്ചിരിക്കുന്നു. താൽക്കാലികമാണെങ്കിൽ പോലും, അതിനി എത്ര നീണ്ടു നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. ചൈനയുടെ താല്പര്യങ്ങൾ ചൈനയ്ക്ക് ഗുണമാകുന്നതിന് മാത്രമേ അവർ നിൽക്കുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഈ ഒരു ശത്രുവിൻ്റെ മിത്രമാകുന്ന സമീപനം ലോകരാഷ്ട്രത്തിൻ്റെ ഇടയിൽ വലിയ തലയെടുപ്പുണ്ടാക്കിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ത്യ, ചൈന, റഷ്യ എന്ന് പറയുന്ന അച്ചുതണ്ട്, റിക് എന്ന് പറയുന്ന റഷ്യ, ഇന്ത്യ, ചൈന എന്ന ആ അച്ചുതണ്ടിൽ ഇന്ത്യക്ക് ഒരു മധ്യസ്ഥൻ്റെ റോളും മാത്രമല്ല, പ്രധാനപ്പെട്ട 3 രാഷ്ട്രങ്ങളിൽ ഒന്നായി നമ്മൾ തലയുയർത്തി നിൽക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് ഇന്നുവരെ അങ്ങനെ ഒരു സ്റ്റേച്ചർ കിട്ടിയിട്ടില്ല. ലോകത്തെ ഒരു ചേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയിൽ ഒന്ന് നമ്മളാണ്. 1, 2, 3 അതിലേതെന്ന് പറയാൻ കഴിയില്ല, അതിലൊന്ന് നമ്മളാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിന് പകരമായിട്ടായിരിക്കും യൂറോപ്യൻ യൂണിയനെയും G7 രാജ്യങ്ങളെയും അങ്ങനെ ഒരു പുതിയൊരു ചേരി നിർമ്മിക്കാനുള്ള ശ്രമമായിരിക്കും. അത്തരത്തിലൊരു ചേരി നിർമ്മിച്ചത് കൊണ്ട് മാത്രം പ്രയോജനമില്ല എന്നുള്ളതാണ്. ഇത് പണ്ടേ ഉള്ള ഒരു ചേരിയാണ്. അവർക്ക് ഏഷ്യയിലെ രാഷ്ട്രങ്ങളിൽ ഒരു ഗ്രിപ്പ് ഉണ്ടായില്ലെങ്കിൽ, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കനും ആഫ്രിക്കനും അറേബ്യൻ രാഷ്ട്രങ്ങളുടെ ഇടയിലും അതുപോലെ ഒരു ഗ്രിപ്പ് ഉണ്ടായില്ലെങ്കിൽ, പിന്നെ എന്തുകൊണ്ടാണ് അവർ എല്ലാ കാലത്തും ഇതുപോലെ നിൽക്കുന്ന രാഷ്ട്രങ്ങൾ തന്നെയാണ്. അത് മാത്രമല്ല, വേറൊന്ന്, യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഇന്ന് വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. അവർക്കൊന്നും ഇപ്പോൾ ഒരു യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും തങ്ങളുടെ രാഷ്ട്രത്തിൽ നിന്ന് നേരിടുന്ന ആഭ്യന്തര ഭീഷണികളെ അതിജീവിക്കാൻ വേണ്ടിയാണ് ജർമ്മനി അടക്കമുള്ള രാഷ്ട്രങ്ങൾ, ഫ്രാൻസ് അടക്കമുള്ള രാഷ്ട്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിലൊക്കെ ഇപ്പോൾ നടക്കുന്ന കലാപങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതെല്ലാം സൂചിപ്പിക്കുന്നത് അവിടെ വലിയ അന്തഃഛിദ്രം നടക്കുകയാണ്. ബ്രിട്ടൻ അത് മനസ്സിലാക്കി. ബ്രിട്ടൻ ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ഫ്രീ ട്രേഡിന് വന്നത് എന്തുകൊണ്ടാണ്? ബ്രിട്ടന് മനസ്സിലായി ഇന്ത്യയുടെ ആ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു കൈകടത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ലോക വ്യാപാരത്തിൻ്റെ ഇടയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഇതൊരു അവസരം മുതലാക്കിക്കൊണ്ട് ഇന്ത്യയുമായിട്ട് അത്തരത്തിലുള്ള ട്രേഡിന് ബ്രിട്ടൻ തയ്യാറായത് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് മുഴുവൻ ഒരു ചൂണ്ടുവലകയാണ്. യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ പലരും ഇപ്പോൾ അത് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ഒരു ഒത്തൊരുമ അതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ട്രംപിൻ്റെ ഇപ്പോഴത്തെ വെല്ലുവിളികൾ ട്രംപിന് വളരെയധികം ദോഷം ചെയ്യുന്നതായിട്ട്, ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കും ആഭ്യന്തര കലാപത്തിലേക്കും പോകുന്ന വിധത്തിലേക്ക് വരെ വരുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇനി വരുന്ന നാളുകൾ ട്രംപിന് സ്വന്തം നാട്ടിൽ നിന്നുണ്ടാകുന്ന ഭീഷണിയെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. ട്രംപ് ഒരു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുക. കാരണം അമേരിക്കൻ പ്രസിഡന്റിന് അപ്രമാദിത്വമുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ രാഷ്ട്രത്തിലെ പല ഘടകങ്ങളെയും നോക്കാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള എമർജൻസി പവേഴ്സ് അദ്ദേഹത്തിനുണ്ട്. ആ എമർജൻസി പവേഴ്സിലാണ് അദ്ദേഹം ഇപ്പോഴും ഈ ടാരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വളരെ അന്തരാള ഘട്ടത്തിൽ പ്രയോഗിക്കേണ്ട ചില കാര്യങ്ങൾ സാധാരണ ട്രേഡിൽ പോലും പ്രയോഗിക്കുന്നു എന്നുള്ളത് ഫെഡറൽ കോർട്ടുകൾ വരെ വിമർശിച്ചിരിക്കുകയാണ് ട്രംപിനെ. അമേരിക്കയിലെ ഫെഡറൽ കോർട്ടുകൾ വളരെ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലാണോ നിങ്ങൾ ട്രേഡ് നടത്തേണ്ടത്?
ഈ ട്രേഡ് നടത്തിയിട്ട് പിന്നെ അമേരിക്കയിലെ കമ്പനികൾക്ക് എന്ത് ഗുണമുണ്ടായി എന്ന് അവിടുത്തെ ജഡ്ജ് ചോദിക്കുന്ന വീഡിയോകൾ പലയിടത്തും നിങ്ങൾ കണ്ടു കാണിരുന്നു. ജഡ്ജ് അവിടെ നേരിട്ട് ചോദിക്കുകയാണ് അവരുടെ ട്രംപിൻ്റെ പ്രതിനിധിയോട്, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? അമേരിക്കൻ കമ്പനികൾക്ക്, അമേരിക്കയിലെ ജനതയ്ക്ക് ഗുണം ചെയ്യാത്ത എന്ത് ടാരിഫാണ് നിങ്ങൾ ഇവിടെ ചുമത്താൻ പോകുന്നത്? നിങ്ങൾ ടാരിഫ് ചുമത്തിയാൽ അതിൻ്റെ ബെനിഫിറ്റ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇവിടുത്തെ കമ്പനികൾക്ക് കിട്ടുന്നുണ്ടോ? ഇവിടുത്തെ കമ്പനികൾ നിലനിന്നില്ലെങ്കിൽ ഈ രാജ്യം നിലനിൽക്കുന്നു എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് അവിടുത്തെ കോടതികൾ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ സുപ്രീം കോടതി മാത്രമേ അദ്ദേഹത്തിന് ആശ്രയമുള്ളൂ. അവിടുത്തെ സുപ്രീം കോടതി എന്ത് വിധി വരും എന്ന് നോക്കിയിരിക്കുകയാണ്. അതും കൂടെ പ്രതികൂലമായാൽ ട്രംപ് മൂക്കുകുത്തി സ്വന്തം രാജ്യത്ത് തന്നെ വീഴുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.